മാഹി പള്ളിക്കൊരു വലിയ ചരിത്രമുണ്ട്. പ്രേക്ഷകർക്കറിയാവുന്നതുപോലെ 18-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിലാണ് ഈ പള്ളി നിർമ്മിക്കപ്പെടുന്നത്. കൃത്യമായി പറഞ്ഞാൽ 1736 ഈ പള്ളി നിർമ്മിക്കപ്പെടുന്നത്. ആ പള്ളിയുടെ നിർമ്മാണം മുതൽ ഇങ്ങോട്ട് ഒരുപാട് കഥകളുണ്ട്. വിശുദ്ധ ത്രേസ്യാമ്മയുടെ രൂപം കിട്ടിയത് ഈ കടലിൽ മത്സ്യബന്ധനത്തിന് പോയ ചില മനുഷ്യർ വള്ളത്തിൽ പോയപ്പോൾ അവർക്ക് കിട്ടിയതാണ് എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നത്. അങ്ങനെ വിശുദ്ധ ത്രേസ്യാമ്മയുടെ ആ രൂപം ഇവിടെ പ്രതിഷ്ഠിക്കുന്നത് 1736 അതിനുശേഷം പിന്നീട് ഈ പള്ളി നശിപ്പിക്കപ്പെടുന്നു. അതിന് ശേഷം പള്ളി പുനർനിർമ്മിക്കപ്പെടുകയാണ്. ആദ്യം ഓലയൊക്കെ കൊണ്ട് നിർമ്മിച്ച ഒരു ചെറിയ ദേവാലയമായിരുന്നു. പിന്നീടാണ് നമ്മൾ ഇന്ന് കാണുന്ന രൂപത്തിൽ ഈ പള്ളി വരുന്നത്. അതിനുശേഷമാണ് ഈ പള്ളിയുടെ പുറത്ത് കാണുന്ന ഒരു നാഴികമണി, വലിയ നാഴികമണിയാണ് മാഹിപ്പള്ളിയുടെ പുറത്ത് സ്ഥാപിക്കപ്പെടുന്നതും. റോഡിനോട് ചേർന്ന് നിൽക്കുന്ന പള്ളിയാണ്. മാഹി വഴി കടന്നുപോയവർക്കൊക്കെ അറിയാൻ സാധിക്കും. ഒരുപാട് വിശേഷങ്ങളുള്ള ഈ മാഹി പള്ളിയിൽ നിന്നാണ് നമ്മൾ ഇന്നത്തെ വാർത്താ പ്രഭാതയാത്ര തുടങ്ങുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ ക്രിസ്മസ് ദിനത്തിലും നമ്മളുടെ ചിന്താവിഷയം പങ്കിട്ടുകൊണ്ട് തുടങ്ങാം ഇന്നത്തെ വാർത്താ പ്രഭാതയാത്ര. ഗാന്ധിജിയെക്കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരർത്ഥത്തിൽ ഗാന്ധിയും ക്രിസ്തുവുമെല്ലാം നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളാണല്ലോ. നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന വിശുദ്ധ ത്രേസ്യാമ്മയെ പോലെ വിശുദ്ധരാക്കപ്പെട്ട കുറച്ച് മനുഷ്യരേ ഉള്ളൂ. എതിരഭിപ്രായങ്ങൾ ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നുവെങ്കിലും ഗാന്ധിജിയെ കൂടുതൽ അറിയും തോറും ഗാന്ധിജി എങ്ങനെയാണ് സ്വയം വിശുദ്ധരാക്കപ്പെട്ടത് അഥവാ സ്വയം വിശുദ്ധിയിലേക്ക് നടന്നു കയറിയതെന്ന് പ്രേക്ഷകർക്കറിയാം. ആ അർത്ഥത്തിൽ ക്രിസ്തുവും ഗാന്ധിയും തമ്മിൽ ഏകദേശം സാമ്യതകൾ ഉണ്ട് താനും. ഗാന്ധി അഹിംസയുടെ ആശയങ്ങൾ പഠിക്കുന്നതും ക്രിസ്തുവിൽ നിന്നാണ് എന്ന് പ്രേക്ഷകർക്കറിയാമല്ലോ. ക്രിസ്തുവിൻ്റെ ബൈബിളും ഖുറാനും അതേപോലെ ഭഗവത്ഗീതയും ഒരേപോലെ കൊണ്ട് നടന്ന മനുഷ്യനാണ്. അതുകൊണ്ട് ഈ ക്രിസ്തുമസ് ദിനത്തിൽ ഈ പള്ളികളുമായി കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന പുൽമേടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന ആഘോഷങ്ങളെ ആരെങ്കിലും തടസ്സപ്പെടുത്താൻ ശ്രമിച്ചാൽ അവരോടൊന്നും നമുക്ക് പൊരുത്തപ്പെടാൻ കഴിയില്ല. അങ്ങനെ ചില വാർത്തകൾ ചിലയിടങ്ങളിൽ നിന്ന് വരുന്നു. ആ വാർത്തകളിലേക്ക് കൂടി നമ്മൾ കടക്കാം. ഞാൻ പറഞ്ഞു വന്നത് ഗാന്ധിയെക്കുറിച്ചാണ്. ഗാന്ധി ഒരിക്കൽ ഇങ്ങനെ തീവണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ഗാന്ധിയുടെ ചെരുപ്പ് ഒരെണ്ണം ഈ തീവണ്ടിയിൽ കയറുന്നതിനിടയിൽ നഷ്ടപ്പെട്ടു. അപ്പോൾ ട്രെയിൻ മുന്നോട്ട് പോയി. ഗാന്ധിക്ക് ആ ചെരുപ്പ് പ്ലാറ്റ്ഫോമിൽ നിന്ന് എടുക്കാൻ സാധിച്ചില്ല. ഗാന്ധി ഉടൻ തന്നെ തൻ്റെ രണ്ടാമത്തെ ചെരുപ്പും ഈ തീവണ്ടിയിൽ നിന്നെടുത്ത് പുറത്തേക്ക് ഇട്ടു. അപ്പോൾ കണ്ടുനിന്ന ഒരാൾ ചോദിച്ചു, ഹേയ്, നിങ്ങളൊരു ചെരുപ്പ് പോയപ്പോൾ രണ്ടാമത്തെ ചെരുപ്പ് എന്തിനാണ് എടുത്ത് പുറത്തിട്ടത്? പലപ്പോഴും നമുക്ക് അങ്ങനെ സംശയം തോന്നും. ഗാന്ധി പറഞ്ഞ മറുപടി ക്ലാസിക് ആയിരുന്നു. ഗാന്ധി പറഞ്ഞു, എന്തായാലും എൻ്റെ ഒരു ചെരുപ്പ് പോയി, ആ ചെരുപ്പിന് തിരിച്ചു കിട്ടില്ല. പക്ഷേ ആ ചെരുപ്പ് കിട്ടുന്നയാൾക്ക് രണ്ടാമത്തെ ചെരുപ്പും കൂടെ കിട്ടിയാൽ ചിലപ്പോൾ ഉപയോഗിക്കാൻ പറ്റിയാലോ, എനിക്കോ ആ ചെരുപ്പ് ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ സ്വന്തമായിട്ട് നഷ്ടപ്പെടുമ്പോഴും നഷ്ടപ്പെടുന്നതെന്തും മറ്റുള്ളവർക്ക് സന്തോഷകരമാകണം, ഉപകാരപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യർക്കാണ് ഈ ഭൂമിയിൽ കൂടുതൽ ആയുസ് ഉണ്ടാവുക. അങ്ങനെ ഉണ്ടാവണം. അവരെയാണ് നമ്മൾ ഓർമ്മിക്കുക. ഈ ക്രിസ്മസ് ദിനത്തിൽ ഗാന്ധി ഓർമ്മിച്ചുകൊണ്ടാണ് നമ്മൾ ഈ വാർത്താ പ്രഭാതത്തിലേക്ക് കടക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്കൊപ്പം അർജുൻ കല്യാണും VS രഞ്ജിത്തും ഒക്കെ എത്തിച്ചേർന്നിരിക്കുന്നു. VS രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്, മെറി ക്രിസ്മസ്. അർജുൻ കല്യാൺ, ഗുഡ് മോർണിംഗ്, മെറി ക്രിസ്മസ്. മാഹിപ്പള്ളി വന്നിട്ടുണ്ടോ ഇതിനു മുമ്പ്? മാഹിപ്പള്ളിയിൽ പെരുന്നാളിന്റെ സമയത്ത് വന്നിട്ടുണ്ട്. ഒക്ടോബർ മാസം 5 മുതൽ 21 വരെ അല്ലേ പെരുന്നാൾ? 22 വരെ ഉണ്ടാവും ചില സമയത്ത്. അപ്പം ഒക്ടോബർ മാസത്തിലാണ് പെരുന്നാൾ. ആ സമയത്തൊന്നും ഇവിടെ അടുക്കാൻ പറ്റില്ല, വലിയ തിരക്കായിരിക്കും. ഒന്നാമത്തെ മാഹിയിൽ ചെറിയ റോഡാണ്. അത് പ്രധാനപ്പെട്ട എല്ലാ വാഹനവും ഇതുവഴിയാണ് കടന്നത്. അതുകൊണ്ട് തന്നെ വെച്ചാൽ ആൾക്കാർ തിങ്ങി നിറഞ്ഞാൽ പിന്നെ വാഹനത്തിന് ആ സമയത്ത് പോകാൻ പറ്റില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. മാഹിപ്പള്ളി വന്നിട്ടുണ്ട്. ഈ മാഹിപ്പള്ളിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഇവിടുത്തെ മണി വലിയ പ്രത്യേകതയുള്ളതാണ്. വലിയ മണിയാണല്ലോ ഇത്. അപ്പോൾ ഈ മണി അടിച്ചാണ് ഈ നാട് യുദ്ധം ചെയ്യപ്പെടുന്ന സമയത്ത്, അന്ന് ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരുമായിട്ടുള്ള യുദ്ധത്തിലൊക്കെ നടക്കുന്ന സമയത്ത് ഈ നാഴികമണി അടിച്ചാണ് അത്ര ആളുകളെ വിളിച്ചു കൂട്ടിയത്. പക്ഷേ അന്ന് ഈ ദേവാലയം നശിപ്പിക്കപ്പെട്ടു. പിന്നീട് ഇത് പുനർനിർമ്മിക്കപ്പെട്ടതാണ് വിശുദ്ധ ത്രേസ്യാമ്മയുടെ മാഹിപ്പള്ളി. അപ്പോൾ മാഹിപ്പള്ളിയിൽ നിന്നാണ് നമ്മളുടെ വാർത്ത തുടങ്ങുന്നത്. അപ്പോൾ ഒരുപാട് വാർത്തകൾ പ്രതീക്ഷിക്കുന്ന ദിവസമാണ്. നല്ല ഒരു അമ്മൂമ്മ പ്ലീസിംഗ് ആണോ? ഒരു അമ്മമ്മ രാവിലെ മുല്ലപ്പൂ ഒക്കെ ആയിട്ട് നിൽപ്പുണ്ട് അല്ലേ? പിച്ചിപ്പൂ, മുല്ലപ്പൂ ഒക്കെ ആയിട്ട്. അമ്മ നമസ്കാരം. நமஸ்காரங்க. எங்க வீடு? எங்க வீடு கோயம்புத்தூருங்க. கோயம்புத்தூரா? எங்க பார்க்கல? இங்க அங்க ரயில்வே ஸ்டேஷன் இருக்கு. സ്റ്റേഷനില്ല? இல்லைங்க, பக்கத்தால ஒருத்தர் ரூம்ல. ഓക്കെ. അമ്മയുടെ പേരെന്നാ? ராஜம்மாங்க. രാജമ്മ കോയമ്പത്തൂരാണ്. എത്ര കാലമായിട്ട് ഇവിടെ ഉണ്ട്? இங்க கொஞ்சம் வருஷம் ஆச்சுங்க. 5 വർഷമായിട്ട്. മാഹിപ്പള്ളിയുടെ മുന്നിൽ വന്ന് സ്ഥിരമായിട്ട് ഈ പൂ വിൽക്കുന്ന ആളാണ്. ഇപ്പൊ പൂവിന് എന്നാ വില? இப்போ பூவு அங்கேயே 2000 ரூபாய்க்கு ஒரு கிலோ கோயம்புத்தூர்ல. കോയമ്പത്തൂരിൽ നിന്നാണോ ഈ പൂ വരുന്നത്? பூவு. ஆமாம். ആൾക്കാരൊക്കെ വാങ്ങുന്നുണ്ടോ? வாங்குறேன். എപ്പോ കഴിയും ഇതല്ല? എപ്പോ വിറ്റ് തീരും? இல்லை, என்ன விற்கும், இல்லைக்கே நாளை விற்கும். 2 ദിവസം விற்கும். എത്ര മണിക്ക് തിരിച്ച് വീട്ടിൽ പോകും? நான் 4 മണിക്ക് പോകും. 4 മണിയാവും. എത്ര മണിക്ക് ഇവിടെ വരും? 5 മണിക്ക് വരും. രാവിലെ 5 മണി. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എൻ്റെ പേരക്കുട്ടി, നാന്, മകള്. പേരക്കുട്ടി, നാന്, മകള്. ഇവര് 3. പേരക്കുട്ടിയുടെ പേരെന്നാ? ദിവ്യ.
ഓക്കെ, അവ നടക്കട്ടെ കേട്ടോ. ആ, ഇവിടെ ഈ വിശുദ്ധ ത്രേസ്യാമ്മയ്ക്ക് സമർപ്പിക്കുക ഒരു വഴിപാട് പോലെ കുറെ ആൾക്കാർ അങ്ങനെയും ചെയ്യും. ആണല്ലേ. അപ്പൊ രാജമ്മ കോയമ്പത്തൂരിൽ നിന്നുള്ള രാജമ്മാളിന്റെ പക്കൽ നിന്നാണ് ഈ പൂക്കൾ വാങ്ങി വിശുദ്ധ ത്രേസ്യാമ്മയ്ക്ക് സമർപ്പിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ കൗതുകരമായ ഒരു കാര്യമാണ്. വർഷങ്ങളോളം രാജമ്മാള് ഇവിടെ തന്നെയുണ്ട്, കോയമ്പത്തൂർ സ്വദേശിനിയാണ്. അപ്പൊ സന്തോഷം. കോയമ്പത്തൂരിൽ നിന്നാണ് പേരക്കുട്ടിയും മോളുമായിട്ട് റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്തുള്ള വീട്ടിൽ താമസിക്കുകയാണ്. നല്ലൊരു കാഴ്ചയല്ലേ? രാജമ്മാളിന്റെ കയ്യിൽ നിന്ന് പൂക്കളൊക്കെ വാങ്ങി വിശുദ്ധ ത്രേസ്യാമ്മയ്ക്ക് സമർപ്പിച്ചു പോകുന്ന ആളുകൾ, അതും ഒരു കൗതുകകരമായ കാഴ്ചയാണ്. നമ്മൾ ഇന്നലെ സിസ്റ്ററിന്റെ കാര്യം പറഞ്ഞതുപോലെ സിസ്റ്ററിന് പാടാൻ വേണ്ടി ക്രൈസ്തവ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയത് അബ്ദുൾ അസീസാണ്. സിസ്റ്റർ പാടുന്നത് കർണാട്ടിക് സംഗീതത്തിൻ്റെ സ്വാതി തിരുനാൾ ചിട്ടപ്പെടുത്തിയ കീർത്തനങ്ങളുടെ രൂപത്തിലാണ്. അപ്പോൾ അതൊക്കെ അനുഭവമാണ്. സ്വാതി തിരുനാളിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഇന്ന് സ്വാതി തിരുനാളിൻ്റെ ഓർമ്മ ദിനം കൂടിയാണ്. തൻ്റെ 16ാമത്തെ വയസ്സിൽ തിരുവിതാംകൂറിൻ്റെ ഭരണം ഏറ്റെടുത്ത് 400-ലധികം കീർത്തനങ്ങൾ രചിച്ച് നമ്മളുടെയൊക്കെ ഹൃദയത്തിൽ ഇടം നേടിയ സ്വാതി തിരുനാളിൻ്റെ ഓർമ്മ ദിനം കൂടിയാണ് ഇന്നത്തെ ദിവസം. അതേപോലെ നമ്മൾ ഓർമ്മിക്കേണ്ട മറ്റൊരു മഹത് വ്യക്തിയുണ്ട്, ചാർലി ചാപ്ലിൻ. ഞാൻ മഴയത്ത് നടക്കാൻ ഇഷ്ടപ്പെടുന്നയാളാണ്, കാരണം മഴയത്ത് നടക്കുമ്പോൾ എൻ്റെ കണ്ണുനീർ ആരും കാണില്ലല്ലോ എന്ന് പറഞ്ഞയാളാണ് ചാർലി ചാപ്ലിൻ. ചാർലി ചാപ്ലിൻ 1975 ഡിസംബർ 25-നാണ് നമ്മളെ വിട്ടുപോകുന്നത്. നമ്മളെ കുടുകുടെ ചിരിപ്പിച്ച പല മനുഷ്യരും ഉള്ളാലെ കരയുകയായിരുന്നു എന്ന് ചാർലി ചാപ്ലിൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഒരർത്ഥത്തിൽ ജീവിതം അങ്ങനെയാണ്. പുറത്ത് നമുക്ക് ചിരിക്കേണ്ടി വരും, നമ്മുടെ കരച്ചിൽ നമ്മൾ മാത്രം കാണും, അല്ലേ? അങ്ങനെ ഉള്ളുകൊണ്ട് കരയുമ്പോഴും ലോകത്തിൻ്റെ പീഡകൾക്ക് വേണ്ടി കരഞ്ഞ മനുഷ്യരാണ് യേശുക്രിസ്തു. ലോകത്തുള്ള മനുഷ്യർക്ക് സമാധാനം സ്ഥാപിക്കാൻ സ്വന്തം ജീവിതം ബലി നൽകിയ ആ ജീവിതമാണ് യഥാർത്ഥത്തിൽ ലോകമെമ്പാടും മാതൃകയാകേണ്ടിയിരുന്നത്. അങ്ങനെ ഒരുപാട് മനുഷ്യരുണ്ട്. എല്ലാ ദൈവങ്ങളും ഒരർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ് എന്ന് നമുക്ക് പറയാം. മനുഷ്യർക്ക് വേണ്ടി, മനുഷ്യ പീഡകൾക്ക് വേണ്ടി തിന്മകൾക്കോട് യുദ്ധം ചെയ്ത് വിജയിക്കുന്ന മനുഷ്യരുണ്ട്. ചിലർ ആയുധങ്ങളെടുത്ത് വിജയിക്കും, ചിലർ സ്നേഹം കൊണ്ട് വിജയിക്കും, ചിലർ ജീവിതത്തിൽ അത് കാണിച്ചു കൊടുക്കും. അങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ വാർത്താ ദിനത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നാടെങ്ങുമുള്ള ക്രിസ്മസ് ആഘോഷങ്ങളുടെ വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തും. ക്രിസ്മസിൻ്റെ ഭാഗമായി വിവിധ പരിപാടികൾ റിപ്പോർട്ടർ TV പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്.